പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിനി ചർച്ച ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് വെബ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം HTML കുറിച്ചും അതോടൊപ്പം മറ്റു ചില വെബ് ബേസ്ഡ് ലാംഗ്വേജസും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 11ലേക്കുള്ള അഡ്മിഷന് വേണ്ടി hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡേറ്റ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം 11ന്റെ അല്ലെങ്കിൽ 10ന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി വിവിധങ്ങളായ സൈറ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇത്തരം സൈറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജിനെ കുറിച്ചാണ് ഈ വർഷം നിങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത് വെബ് പേജസ് തയ്യാറാക്കാൻ വേണ്ടിയും. HTML അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ടു റൈറ്റ് വെബ് പേജസ്. വെബ് പേജസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ തൊട്ടുമുമ്പ് കണ്ട HSCAP അല്ലെങ്കിൽ DHSന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള വെബ്സൈറ്റ്, ഇതൊക്കെ തയ്യാറാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട്, ഇതിനൊക്കെ വേണ്ടിയുള്ള പേജുകളൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് HTML ആണ്. HTML is a most widely used language to write web pages. ഈ വെബ് പേജുകൾ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജസിന്റെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കുടുംബ പേരാണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ മാർക്കപ്പ് ലാംഗ്വേജ് കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അഥവാ HTML എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ വെബ് പേജ് hscap.kerala.gov.in എന്ന് പറയുന്നതിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ട്രയൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അത് മറ്റൊരു പേജ് വന്നു. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡിസ്ട്രിക്റ്റിന്റെ പേരും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ മറ്റൊരു പേജിലാണ് കുട്ടിയുടെ ലോഗിൻ ഏരിയ ഡിസ്പ്ലേ ചെയ്യുക. അവിടെയാണ് അവന്റെ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഓരോരോ പേജുകൾ ചേർത്താണ് ഒരു വെബ്സൈറ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെയുള്ള ഓരോ പേജുകളും ആക്ച്വലി ഒരു HTML ഫയലാണ്. എവരി വെബ് പേജ് ഈസ് ആക്ച്വലി ആൻ HTML ഫയൽ. അപ്പോ ഈ ഫയൽ എങ്ങനെ തയ്യാറാക്കുന്നത്, പേജുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഈ പേജുകൾ അല്ലെങ്കിൽ ഫയലുകൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരു സെറ്റ് കമാൻഡുകൾ യൂസ് ചെയ്യും. വി യൂസ് എ സെറ്റ് ഓഫ് കമാൻഡ്സ് ഫോർ ക്രിയേറ്റിംഗ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ്. സച്ച് കമാൻഡ്സ് ആർ നോൺ ആസ് HTML ടാഗുകൾ. നമ്മൾ കുറേയേറെ കമാൻഡുകളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു പേജ് തയ്യാറാക്കുക. ഈ ടെക്സ്റ്റ് ബോക്സുകള് അല്ലെങ്കിൽ ലിസ്റ്റ് ബോക്സുകള്, ഈ ബട്ടണുകള്, അതോടൊപ്പം ഈ ലേബൽസ്, അതേപോലെയുള്ള ഈ സ്ക്രോൾ ചെയ്യുന്ന മാറ്റർ, ഇതൊക്കെ തയ്യാറാക്കുന്നത് ഇവിടെ കുറച്ച് ഇമേജസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ചില കമാൻഡുകളുടെ സഹായത്തോടുകൂടിയാണ്. അത്തരം കമാൻഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? HTML ടാഗുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ പഠിച്ചിരുന്ന HTML കുറിച്ചൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി വീണ്ടും ഒരു സാമ്പിൾ കോഡ് അവിടെ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ലൈൻസ് മാത്രമേ ഉള്ളൂ. HTML ഹെഡ് ടൈറ്റിൽ, ദിസ് ഇസ് എ ടൈറ്റിൽ ഓഫ് വെബ് പേജ്, /title /head body, hello welcome to the world of web pages /body /HTML. ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കുറച്ച് ടേംസ് അല്ലെ വേർഡ്സ് അപ്പർ കേസിൽ അല്ലെങ്കിൽ ബിഗ് ലെറ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ആംഗുലർ ബ്രാക്കറ്റ്സിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആംഗുലർ ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്ന ടേംസിനെയാണ് നമ്മൾ എന്ത് പറയുക? HTML കമാൻഡ്സ് അല്ലെങ്കിൽ HTML ടാഗുകൾ എന്ന് പറയുക. ഇവിടെ എഴുതിയിരിക്കുന്ന ചില ടേമുകൾ HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി, ഇതെല്ലാം ആംഗുലർ ബ്രാക്കറ്റ്സിലാണ്. അതുകൊണ്ട് ഈ ടാഗുകൾ അല്ലെങ്കിൽ ഈ കമാൻഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു HTMLന്റെ സ്ട്രക്ചർ, പേജിന്റെ സ്ട്രക്ചർ തയ്യാറാക്കുക. ഇത്രയും ടാഗുകൾ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു പേജിന്റെ സ്ട്രക്ചർ റെഡി ആവും. HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി, ഇതെല്ലാം ടാഗുകളാണ്, കമാൻഡ്സ് ആണ്. ഈ കമാൻഡുകളുടെ സഹായത്തോടുകൂടിയാണ് നമുക്കൊരു പേജ് തയ്യാറാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യം ഈ പേജിന്റെ റിസൾട്ട് എങ്ങനെ വരും എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ C++ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ച എഡിറ്ററാണ് ജീനി എന്ന് പറയുന്നത്. ആ ജീനി എന്നുള്ള എഡിറ്ററിൽ തന്നെ നമുക്ക് HTML പേജുകളും തയ്യാറാക്കാം. അതോടൊപ്പം തന്നെ
വിൻഡോസിലാണെങ്കിൽ ജീനി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നോട്ട് പാഡോ അല്ലെങ്കിൽ നോട്ട് പാഡ് പ്ലസ് പ്ലസ് തുടങ്ങിയ വിവിധങ്ങളായ വേർഡ് എഡിറ്റേഴ്സ് ഉണ്ട്. ആ വേർഡ് എഡിറ്റർ ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ HTML പേജുകൾ തയ്യാറാക്കാം. സ്ക്രീനിൽ കണ്ട അല്ലെങ്കിൽ പ്രസന്റേഷനകത്ത് കണ്ട കോഡ് ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. first.html എന്ന പേര് കൊടുത്ത് സേവ് ചെയ്തു. നിങ്ങൾ HTML പേജ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സേവ് ചെയ്യേണ്ടതുണ്ട്. ഫയൽ പോയിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ സേവ് എസ് ബട്ടൺ പ്രസ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇത് സേവ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് സേവ് ബട്ടൺ ഡിസേബിൾ ആയി നിൽക്കുന്നത്. മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയില്ല. ഇപ്പൊ സേവ് ചെയ്യുന്ന രീതി കാണിക്കാൻ വേണ്ടി സേവ് എസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ മറ്റൊരു ഫയലായിട്ട് സേവ് ചെയ്യാനാണ് സേവ് എസ് കൊടുക്കാറുള്ളത് സാധാരണഗതിയിൽ. ഇപ്പൊ ഞാനത് മറ്റൊരു പേരിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. ബിനു എന്ന് കൊടുത്തു. ബിനു എന്ന് കൊടുത്ത് സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ പോരാ, അതിന്റെ എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. .html .html എന്നോ അല്ലെങ്കിൽ .htm എന്നോ പേര് കൊടുക്കാം. ഞാൻ .html എന്ന എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അത് സേവ് ആയത് എവിടെയാണെന്ന് തൊട്ട് മുകളിൽ കാണിച്ചിട്ടുണ്ട്, ടൈറ്റിൽ ബാറിൽ കാണിച്ചിട്ടുണ്ട്. rmhs18/document/s4/html എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഇത് സേവ് ആയിരിക്കുന്നത്. ഈ സിസ്റ്റത്തിനകത്ത് ഡോക്യുമെന്റ്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് S4, അതിനകത്ത് HTML എന്നുള്ള സെക്ഷൻ ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ട് HTML എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അതിനുള്ളിലേക്കാണ് ഇത് സേവ് ആയത്. നമുക്ക് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ സേവ് ചെയ്ത ഫയൽ കാണാൻ സാധിക്കും. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഓപ്പൺ വിത്ത് ബ്രൗസർ എന്നുള്ള ഒരു പേരുണ്ടാകും. ആ ബ്രൗസറിന്റെ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രൗസറിനകത്ത് ഓപ്പൺ ആയി വന്നുകൊള്ളും. ഓക്കെ. അല്ല എങ്കിൽ C++ വർക്ക് ചെയ്യുമ്പോൾ ബിൽഡ് എന്നുള്ള മെനുവിനകത്ത് വരുന്ന കമ്പൈൽ, മേക്ക്, എക്സിക്യൂട്ട് ഇതെല്ലാം വർക്ക് ചെയ്യിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമുക്ക് HTML എഴുതുമ്പോൾ നേരെ എക്സിക്യൂട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ F5 എന്നുള്ള ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്താൽ മതിയാകും. ഉടൻ തന്നെ ബ്രൗസറിൽ ഈ വിൻഡോ ഓപ്പൺ ആയി വന്നുകൊള്ളും. ഓക്കെ. അപ്പൊ നമ്മുടെ പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും മുകളിൽ ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് വെബ് പേജ്. ഇത് പലതവണ വർക്ക് ചെയ്യിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പല പല ടാബുകൾ കാണുന്നത്. ഞാൻ ആ ടാബുകളെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ദിസ് ഈസ് എ ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ടൈറ്റിൽ ബാർ ആണ്, ബ്രൗസറിന്റെ ടൈറ്റിൽ ബാർ ആണ്. ഹലോ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്ന് വന്നിരിക്കുന്നത്. കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയ ആണ് ഇത്രയും ഭാഗം. അവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. നോക്കുക, ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്ന് കൊടുത്തിരിക്കുന്ന കാര്യമാണ് ടൈറ്റിൽ ബാറിൽ വന്നിരിക്കുന്നത്. ആ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കമാൻഡ് ആണ് ടൈറ്റിൽ എന്ന് പറയുന്ന കമാൻഡ്. ഹലോ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്നുള്ളതാണ് കണ്ടന്റ്. അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഏരിയ ആണ് ബോഡി എന്ന് പറയുന്ന ടാഗുകൾ. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ പ്രസന്റേഷനിലേക്ക് പോകാം. ഇവിടെ HTML എന്നുള്ള ടാഗ്, ഹെഡ് എന്നുള്ള ടാഗ്, ടൈറ്റിൽ എന്നുള്ള ടാഗ്, ബോഡി എന്നുള്ള ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു, ടൈറ്റിൽ എന്നുള്ള ടാഗിനകത്ത് എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്രൗസർ വിൻഡോയുടെ ടൈറ്റിൽ ബാറിൽ വരിക. ബോഡി എന്ന് പറയുന്ന ടാഗിനകത്ത് എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്രൗസറിന്റെ കണ്ടന്റ് പാർട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട വെബ്സൈറ്റിനകത്ത് ഇമേജസും വീഡിയോസും ടെക്സ്റ്റ് മാറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ആനിമേഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ ഈ ബോഡി എന്ന് പറയുന്ന ടാഗ് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. HTML എഴുതി /HTML ഉപയോഗിച്ചിട്ടുണ്ട്, ബോഡി എഴുതി /ബോഡി എഴുതിയിട്ടുണ്ട്, ഹെഡ് എഴുതി /ഹെഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചില ടാഗുകൾ എങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം. HTML/HTML ആ ടാഗിന്റെ സ്പെല്ലിംഗിൽ വ്യത്യാസമൊന്നുമില്ല, ഫോർവേഡ് സ്ലാഷ് അവിടെ ചേർക്കുന്നു മാത്രം. ബോഡി /ബോഡി, ഹെഡ് /ഹെഡ്, ടൈറ്റിൽ /ടൈറ്റിൽ. അങ്ങനെ ചില ടാഗുകളൊക്കെ എഴുതുമ്പോൾ ആ ടാഗ് ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുന്ന സിമ്പിൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ HTML-നകത്ത് രണ്ട് സെക്ഷൻസ് ഉണ്ടെന്ന് പറയാം. ഒന്ന് ഹെഡ് സെക്ഷൻ, രണ്ടാമത് ബോഡി സെക്ഷനും. അപ്പൊ ഹെഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹെഡ് സെക്ഷൻ എന്ന് പറയുന്നത്
ഹെഡ് എന്ന് പറയുന്ന ടാഗ് എഴുതി ചേർത്തിരിക്കുന്ന ഏരിയ ആണ് ഹെഡ് സെക്ഷൻ. ബോഡി സെക്ഷൻ എന്ന് പറയുന്നത് ബോഡി എന്ന് പറയുന്ന ടാഗ് എഴുതി ചേർത്തിരിക്കുന്ന ഏരിയ ആണ് ബോഡി സെക്ഷൻ എന്ന് പറയുന്നത്. ദ ഹെഡ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ഹെഡ് സെക്ഷൻ. ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഹെഡ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കാം, എന്തിനായിരിക്കും ഹെഡ് സെക്ഷൻ വെച്ചിരിക്കുന്നത്? ദ ഹെഡ് സെക്ഷൻ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെന്റ് ഇൻക്ലൂഡിംഗ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ്. ആ വെബ് പേജിന്റെ ടൈറ്റിൽ ഉൾപ്പെടെ ആ വെബ് പേജിനെ സംബന്ധിച്ചുള്ള കുറെ വിവരങ്ങൾ എഴുതി ചേർക്കുന്ന സ്ഥലമാണ് ഹെഡ് സെക്ഷൻ എന്ന് പറയുക. ആ വെബ് പേജിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടി മെറ്റ എന്ന് പറയുന്ന മറ്റൊരു ടാഗ് ഉപയോഗിക്കും. നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ 2 ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ചർച്ച ചെയ്യുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയും നമ്മൾ ഹെഡ് സെക്ഷൻ ആണ് യൂസ് ചെയ്യുക. ഇപ്പൊ ഹെഡ് എന്ന് പറയുന്ന ടാഗിനകത്ത് മെറ്റ ടാഗും സ്ക്രിപ്റ്റിംഗ് ടാഗുകളും അതുപോലെ ടൈറ്റിൽ ടാഗുകളും എഴുതി ചേർക്കുകയാണ്. അപ്പോ ഒരു വെബ്സൈറ്റിനെ കുറിച്ചുള്ള ആ ഡോക്യുമെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നതും ആ ബ്രൗസർ വിൻഡോയുടെ ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി ചേർക്കാനുള്ളതും ഹെഡ് സെക്ഷനകത്താണ്. അപ്പൊ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചാണ് ബ്രൗസറിന്റെ ടൈറ്റിൽ ബാറിലുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ദ ടൈറ്റിൽ ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ടൈറ്റിൽ ഓഫ് ദ പേജ്. ആ പേജിന്റെ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ്. നേരത്തെ എക്സാമ്പിളിനകത്ത് നിങ്ങൾ കണ്ടതാണ് ആ ബ്രൗസർ വിൻഡോയുടെ ടൈറ്റിൽ ബാറിൽ ഒരു മെസ്സേജ് എഴുതി വന്നത്. അവിടെ എഴുതി വന്നത് എന്തായിരുന്നു? ദിസ് ഈസ് എ ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്നാണ് അവിടെ എഴുതി വന്നത്. ആ ഒരു കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയാണ് ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. മറ്റു ടാഗുകളെ കുറിച്ചൊക്കെ പുറകെ നമ്മൾ ഇനിയും ചർച്ച ചെയ്യും. ഒരു വെബ് പേജിനകത്ത് 2 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഹെഡ് സെക്ഷൻ, രണ്ടാമത്തത് ബോഡി സെക്ഷനും. ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഹെഡ് എന്നുള്ള ടാഗ് ഉപയോഗിക്കുന്നത്. ഈ ഹെഡ് ടാഗിനകത്താണ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്? ദ ഹെഡ് സെക്ഷൻ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ദ ടൈറ്റിൽ ഓഫ് വെബ് പേജ്. വെബ് പേജിന്റെ ടൈറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നതും ഹെഡ് സെക്ഷനകത്താണ്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? ദ ബോഡി ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ബോഡി സെക്ഷൻ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബോഡി സെക്ഷൻ ആണ്. ആ ബോഡി സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദ ബോഡി ടാഗ്. ബോഡി ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ബോഡി സെക്ഷൻ. ബോഡി സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓർ ദിസ് സെക്ഷൻ കണ്ടെയ്ൻസ് ദ കണ്ടന്റ്സ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദ വെബ് പേജ്. ആ വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. എന്തൊക്കെ കാര്യങ്ങൾ വെബ് പേജിനകത്ത് വരണോ? ടെക്സ്റ്റ് ഉണ്ടാകാം, ഇമേജസ് ഉണ്ടാകാം, വീഡിയോസ് ഉണ്ടാകാം, ആനിമേഷൻസ് ഉണ്ടാകാം, സൗണ്ട് ഉണ്ടാകാം. ഇതിന് എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന സ്ഥലമാണ് ബോഡി എന്ന് പറയുന്ന ടാഗ്. ഓക്കെ, ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഹെഡ് സെക്ഷനും അതോടൊപ്പം ബോഡി സെക്ഷനും. ഇനി HTML കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വ്യക്തിത്വമാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് ടിം ബെർണേഴ്സ്-ലീ. നമ്മുടെ സർ ടിം ബെർണേഴ്സ്-ലീ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നതാണ്. വേൾഡ് വൈഡ് വെബിന്റെ ഇൻവെന്റർ ആണ് ടിം ബെർണേഴ്സ്-ലീ. അദ്ദേഹം തന്നെയാണ് HTML എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് 1991. അതോടൊപ്പം ഈ ഇന്റർനെറ്റിനെ ഇതേപോലെ ഒരു ലോകപ്രശസ്തമായ അല്ലെങ്കിൽ ജനകീയമാക്കാൻ വേണ്ടി വിവിധങ്ങളായ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമുഖനായ ശാസ്ത്രജ്ഞനാണ് മിസ്റ്റർ ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്നത്. HTTPയും URLും തുടങ്ങി വിവിധങ്ങളായ ടേമുകൾ വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്ത് തന്നതും അദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം 91 HTML-ന്റെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയിരുന്നു. തുടർന്ന് അതിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന HTML-ലേക്ക് വന്നിരിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് HTML 4.01 എന്ന് പറയുന്ന വേർഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേയേറെ വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് HTML 5 എന്നുള്ള വേർഷൻ എന്ന് പറയുന്നത്. HTML 5-നകത്ത് വന്നിരിക്കുന്ന ടാഗുകൾ എന്താണെന്നും നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം ചർച്ച ചെയ്യും. നമ്മളിപ്പോൾ പഠിക്കുന്നത് 4.01 ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ടാഗുകൾ എന്ന് പറയുന്നത് കുറച്ച് കമാൻഡ്സ് ആണ്. ആ ഒരു ഡെഫിനിഷൻ അല്പം കൂടെ വ്യത്യാസം വരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. HTML tags are the hidden keywords within a web page that define how your web browser must format and display the content. നിങ്ങളുടെ വെബ് ബ്രൗസർ കണ്ടന്റുകളെ എങ്ങനെ
നീറ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു, അതിനു വേണ്ടി ആ ബ്രൗസറിനെ സഹായിക്കുന്ന ചില കീവേഡുകളുണ്ട്. അത്തരം കീവേഡുകളെയാണ് എന്ന് പറയുക HTML ടാഗുകൾ എന്ന് പറയുക. നേരത്തെ പറഞ്ഞ ആ ഡെഫിനേഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. HTML ടാഗ്സ് ആർ ദ ഹിഡൻ കീവേഡ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന HTML പേജുകൾ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ്സ് ആണ് ഈ ടാഗുകൾ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? അതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഡിഫൈൻ ഹൗ അവർ വെബ് ബ്രൗസർ മസ്റ്റ് ഫോർമാറ്റ് ആൻഡ് ഡിസ്പ്ലേ ദ കണ്ടന്റ്. ആ കണ്ടന്റുകളെ ഫോർമാറ്റ് ചെയ്ത് വളരെ നീറ്റായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കീവേഡുകളാണ് HTML ടാഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ട ചെസ്ക്യാപ്പിന്റെ സൈറ്റ് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് നോക്കുന്നുണ്ട്, ആ ഫേസ്ബുക്കിൽ വളരെ നീറ്റായിട്ടുള്ള കണ്ടന്റ്സ് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടന്റ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കമാൻഡ്സ് ആണ് അല്ലെങ്കിൽ കീവേഡ്സ് ആണ് HTML ടാഗുകൾ എന്ന് പറയുന്നത്. ഇനി ഓർക്കുക, HTML ടാഗുകൾക്ക് 2 പാർട്സ് ഉണ്ടാകും. ടാഗ്സ് മസ്റ്റ് ഹാവ് 2 പാർട്സ്. ടാഗുകൾക്ക് 2 പാർട്ട് ഉണ്ടാകും. എന്തൊക്കെയായിരിക്കും? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാർട്ട്. ഒരു ഓപ്പണിംഗ് പാർട്ട് ഉണ്ടാകും, ക്ലോസിംഗ് പാർട്ട് ഉണ്ടാകും. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിനകത്ത് കണ്ടതാണ്. HTML എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചാണ് HTML പേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാനം HTML എന്ന് പറയുന്ന ആ ടാഗിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? /HTML. അപ്പൊ നമ്മൾ ചില ടാഗുകൾ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിനെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അത്തരം ടാഗുകളാണ് നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിനകത്ത് കണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ HTML ടാഗുകൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ടാഗുകൾ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. അതാണ് ഇവിടെ ഹെഡിങ് കാണിച്ചിരിക്കുന്നത്, കണ്ടെയ്നർ ടാഗ്സ് ആൻഡ് എംപ്റ്റി ടാഗ്സ്. നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിനകത്ത് എല്ലാ ടാഗും ക്ലോസ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ടാഗുകളും ക്ലോസ് ചെയ്യുന്നുണ്ട്. ടാഗ്സ് ദാറ്റ് റിക്വയർ ഓപ്പണിംഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് ആർ നോൺ ആസ് കണ്ടെയ്നർ ടാഗ്സ്. ഏതൊക്കെ ടാഗുകളാണോ ഓപ്പൺ ചെയ്യുന്നത് അതോടൊപ്പം ക്ലോസ് ചെയ്യുന്നത്, അത്തരം ടാഗുകളെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടെയ്നർ ടാഗുകൾ എന്ന് വിളിക്കാം. ആദ്യത്തെ എക്സാമ്പിളിനകത്ത് കണ്ട HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി, ഇതെല്ലാം കണ്ടെയ്നർ ടാഗാണ്. കാരണം എന്തുകൊണ്ടാണ്? അത് ഓപ്പൺ ചെയ്തതോടൊപ്പം തന്നെ അത് ക്ലോസ് ചെയ്തു. അപ്പൊ ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്തിരിക്കണമെന്നും നിർബന്ധമുള്ള ടാഗുകളെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറയുക. എന്നാൽ ചില ടാഗുകൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അവർക്ക് അതിനകത്ത് ക്ലോസ് ചെയ്യണം നിർബന്ധമില്ല, തനി നിന്നോളും. എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയാൽ അതിന്റെ പണി ചെയ്ത് അവിടെ തന്നെ നിന്നോളും, ക്ലോസ് ചെയ്യണ്ട. അപ്പൊ അത്തരം ടാഗുകളെയാണ് എന്ത് പറയുക? എംപ്റ്റി ടാഗ്സ് എന്ന് പറയുക. സം ടാഗ്സ് ഡു നോട്ട് റിക്വയർ ക്ലോസിംഗ് ടാഗ്സ്. ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ലാത്ത ടാഗ്, അത്തരം ടാഗുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ക്ലോസിംഗ് ടാഗുകൾ എന്ന് പേര് വിളിക്കുക. ഇവിടെ ഒരു 3 ടാഗുകളുടെ പേര് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്: BR, HR, IMG. BR എന്ന് പറയുന്നത് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഒരു ലൈൻ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ബാക്കി കണ്ടന്റ് അടുത്ത ലൈനിലേക്ക് പോകണം. അതിനാണ് BR എന്നുള്ള ടാഗ് ഉപയോഗിക്കുന്നത്. HR എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ റൂൾ അല്ലെങ്കിൽ ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയാണ് HR എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. IMG ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി, വെബ് പേജിലേക്ക് ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് IMG എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. ഇത്തരം ടാഗുകൾക്കൊന്നും തന്നെ ക്ലോസിംഗിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? എംപ്റ്റി ടാഗ്സ് എന്ന് പേര് വിളിക്കും. ഇനി HTML ടാഗുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടൈമാണ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത ടാഗുകൾ മാറി നിൽക്കുന്നില്ല. മിക്കവാറും എല്ലാ ടാഗുകൾക്കും ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. എന്തായിരിക്കും ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക? ആട്രിബ്യൂട്ട്സ് ആർ സ്പെഷ്യൽ വേർഡ്സ് യൂസ് ഇൻസൈഡ് ദ ഓപ്പണിംഗ് ടാഗ് ടു കൺട്രോൾ ദ എലമെന്റ്സ് ബിഹേവിയർ. ചില ടാഗുകളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ, അതിന്റെ രീതി മാറ്റം വരുത്താൻ വേണ്ടി ആ ടാഗുകളോടൊപ്പം അറ്റാച്ച് ചെയ്യുന്ന ചില ടേംസ്, ചില സ്പെഷ്യൽ ടേംസ് ആണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. HTML ആട്രിബ്യൂട്ട്സ് ആർ സ്പെഷ്യൽ വേർഡ്സ് അറ്റാച്ച്ഡ് വിത്ത് ഓർ അറ്റാച്ച്ഡ് ഇൻസൈഡ് ദ ഓപ്പണിംഗ് ടാഗ്. ചില ടാഗുകൾക്കൊപ്പം അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന ചില സ്പെഷ്യൽ ടേമുകളാണ്. ആ അറ്റാച്ച്മെന്റ് കൊണ്ട് ആ ടേമിന് അല്ലെങ്കിൽ ആ ടാഗിന് ചില വ്യത്യാസങ്ങൾ വരും. ആ ടാഗിന്റെ പ്രവർത്തനത്തിന് ചില വ്യത്യാസങ്ങൾ വരും. അത്തരം പ്രവർത്തന വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ വേർഡ്സിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുക. ഒരു ആട്രിബ്യൂട്ട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വാല്യൂ വേണം. മോസ്റ്റ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ് റിക്വയർ എ വാല്യൂ. മോസ്റ്റ് ഓഫ് എന്നാ പറഞ്ഞത്, മിക്കവാറും എല്ലാം. ചിലതിനത് വേണ്ട. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ് റിക്വയർ എ വാല്യൂ. അത് എഴുതുന്നത് ആട്രിബ്യൂട്ടിന്റെ പേര് എഴുതി ഈക്വൽ സിമ്പിൾ കൊടുത്തതിന് ശേഷം വാല്യൂ എഴുതണം. അത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയോ അല്ലെങ്കിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ എഴുതാൻ സാധിക്കും.
ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന ആട്രിബ്യൂട്ട് ഇസ് ഈക്വൽ ടു സിംഗിൾ യൂണിറ്റ് കോമയിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിനകത്ത് ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നു. ആ രീതിയിൽ നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമാണ് ആ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. ബോഡി എന്ന് പറയുന്ന ടാഗ് നേരത്തെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ബോഡി എന്ന് പറയുന്ന ടാഗിനൊപ്പം ഞാനൊരു ആട്രിബ്യൂട്ടിനെ, ഒരു സ്പെഷ്യൽ വേർഡിനെ, ഒരു സ്പെഷ്യൽ ടേമിനെ ഞാൻ അറ്റാച്ച് ചെയ്തു. ആ ബോഡി ടാഗിനൊപ്പം ബോഡി BG കളർ ഇസ് ഈക്വൽ ടു യെല്ലോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം. ബോഡി BG കളർ ഇസ് ഈക്വൽ ടു യെല്ലോ. നേരത്തെ അങ്ങനെ ഒരു ടേം അവിടെ കൊടുത്തിരുന്നില്ല. BG കളർ എന്ന് പറയുന്നതാണ് ആട്രിബ്യൂട്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനാണ് BG കളർ എന്നുള്ള ആ ടേം ഉപയോഗിക്കുന്നത്. അത് ഏത് കളർ ആയിരിക്കണം എന്നുള്ള വാല്യൂ ആണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന യെല്ലോ. നേരത്തെ എഴുതിയപ്പം ബോഡി എന്നുള്ള ടാഗിനകത്ത് ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായില്ല. അതുകൊണ്ട് ആ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത് BG കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വന്നപ്പോൾ അതിന്റെ പ്രോപ്പർട്ടിക്ക് വ്യത്യാസം വരുന്നു, അതിന്റെ ബിഹേവിയറിന് വ്യത്യാസം വരുന്നു. നമുക്ക് അതിന്റെ കോഡ് ഒന്ന് നോക്കാം. ഞാനിവിടെ നേരത്തെ എഴുതിയ പ്രോഗ്രാം റെഡിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ആ മോഡിഫിക്കേഷനോട് കൂടി ബോഡി BG കളർ ഇസ് ഈക്വൽ ടു യെല്ലോ എന്ന് കൊടുത്തിട്ടുണ്ട്. ബോഡി BG കളർ ഇസ് ഈക്വൽ ടു യെല്ലോ. ഈ പേജ് സേവ് ആക്കി ഫസ്റ്റ് അണ്ടർസ്കോർ ആട്രിബ്യൂട്ട്, നേരത്തെ ചെയ്തത് ഫസ്റ്റ് എന്നുള്ള പേരായിരുന്നു, അതിനകത്ത് ഒരു ആട്രിബ്യൂട്ട് കൊടുത്തത് കൊണ്ടാണ് ഫസ്റ്റ് അണ്ടർസ്കോർ ആട്രിബ്യൂട്ട് ഡോട്ട് HTML എന്നുള്ള പേര് മാറ്റി കൊടുത്തത്. നമുക്കിതിനൊന്ന് റൺ ചെയ്യാം. എക്സിക്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഒന്ന് നമ്മുടെ പേജ് വന്നു കഴിഞ്ഞു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. നേരത്തെ ചെയ്ത പേജ് ഇവിടെ ഉണ്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ടൈം അവിടെ ആഡ് ചെയ്തു, ഒരു സ്പെഷ്യൽ ടൈം അവിടെ ആഡ് ചെയ്തു. ഇത്ര സ്പെഷ്യൽ ടൈംസിനാണ് ഇതെന്ന് പറയുക, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് HTML-നകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടാഗുകൾ ഏതൊക്കെയാണ്? ഒരു ചെറിയ പേജ് തയ്യാറാക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ടാഗ് ഏതൊക്കെയാണ്? ടാഗ് ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യണോ? ഏതൊക്കെ ടാഗുകൾ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്? ക്ലോസ് ചെയ്യുന്ന ടാഗിനെ എന്ത് പേര് വിളിക്കും? ക്ലോസ് ചെയ്യേണ്ടതിന് എന്ത് പേര് വിളിക്കും? ഇനി എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? സേവ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും? ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എവിടെയാണ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വന്നു എന്ന് കരുതുന്നു. നമുക്കിനിയും ബാക്കി ടാഗുകൾ പഠിക്കാനുണ്ട്. ബോഡി എന്ന് പറയുന്ന സെക്ഷനകത്താണ് ബാക്കി ടാഗെല്ലാം എഴുതി നമ്മുടെ പേജ് റെഡിയാക്കേണ്ടത്. അങ്ങനെയുള്ള ടാഗുകളെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.